യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ-3 ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം വിജയകരമായി സാധ്യമാക്കിയിരിക്കുന്നു. ISROയുടെ PSLV C-59 റോക്കറ്റിൽ. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV ഇന്ത്യയുടെ അഭിമാന വെഹിക്കിൾ കുതിച്ചുയർന്ന ദൃശ്യങ്ങളാണ്. 18 മിനിറ്റ് കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന ഭ്രമണപഥത്തിലേക്ക് ഈ രണ്ട് ഉപഗ്രഹങ്ങളെയും കൊണ്ടുചെന്നെത്തിക്കും. അങ്ങനെ ആ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കും PSLV എന്ന ഇന്ത്യയുടെ അഭിമാന പേടകം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിൻസി കണ്ണൻ തുടരുന്നുണ്ട് സയൻസ് ഡെസ്കിൽ. പ്രജിൻ, 1680 കോടി രൂപ ചെലവിടുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു വലിയ പദ്ധതി, ഈ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പോലും നാളെ വരാൻ പോകുന്ന സൗരപഠനങ്ങളുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതികവിദ്യ വിജയകരമെങ്കിൽ ഇതിനെ പിൻപറ്റി ഇനി വരാനിരിക്കുന്ന ഒരു സീരീസ് ഓഫ് പഠനങ്ങളായിരിക്കും. 540 കിലോ ഭാരമുള്ള രണ്ട് ഉപഗ്രഹങ്ങളും കൂടെ ചേർന്നുള്ള വിക്ഷേപണം. ISROയുടെ തന്നെ ഈ വാണിജ്യ വിക്ഷേപണ വിഭാഗത്തിനും ഇതൊരു പൊൻതൂവലല്ലേ? ഇനി വരുന്ന പര്യവേഷണങ്ങളിൽ ഒരുപക്ഷെ മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെയുള്ള മറ്റ് രാജ്യങ്ങളുടെ ഏജൻസികളിലൊക്കെ പഠനത്തിലും വിശ്വസിക്കാവുന്ന ഒരു വാഹകനായി ISROയും PSLV മാറുകയല്ലേ? തീർച്ചയായിട്ടും ഗൂഗിൾ, അത് ഡെഫിനറ്റ്ലി അത് തന്നെയാണ്. കാരണം ISROയുടെ ഈ പറയുന്ന കമേഴ്ഷ്യൽ വിഭാഗമുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ കൂടുതൽ ടീമുകളുമായി ഇതുപോലെ ടൈപ്പ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതുകൊണ്ട് അത് വരും ദിവസങ്ങൾ ആ രീതിയിലുള്ള പുതിയ ടെക്നോളജികളുടെയും വിക്ഷേപണങ്ങളുടെയും ഒക്കെ അതായിട്ട് മാറും. ഈ പറയുന്നത് പോലെ ESA മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുടെ ഇതുപോലുള്ള ബഹിരാകാശ ഏജൻസികൾ ISROയുമായി അല്ലെങ്കിൽ ISROയുടെ ഈ പറയുന്ന കമേഴ്ഷ്യൽ വിഭാഗവുമായി ടൈപ്പ് ചെയ്ത് പുതിയ പുതിയ സംരംഭങ്ങളും മിഷനുകളും ദൗത്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. എന്തായാലും നമ്മുടെ പാർട്ട് കൃത്യമായി അത് ISRO ചെയ്യുന്നു. ഈ പറയുന്ന PSLV C-59 എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വിശ്വസനീയമായ ഒരു റോക്കറ്റാണ്. ആ റോക്കറ്റിൽ ഈ പറയുന്ന രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെ വഹിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. ഏതാണ്ട് ഒരു 18 മിനിറ്റ് സമയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി ഭ്രമണപഥത്തിലേക്ക് എത്താൻ. ആ സമയം കൊണ്ട് ഇത് അവിടെ എത്തിക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ പിറകിലുള്ള ഈ ഗ്രാഫിൽ ഇത് കൃത്യമായിട്ട് കാണാം. ഇത് ഓരോ സമയത്തും സംഭവിക്കുന്ന ഇഗ്നീഷനും ഒക്കെയാണ്. അതായത് നമ്മുടെ റോക്കറ്റിൽ നിന്ന് താഴെ ഏറ്റവും പവർ വേണ്ടത് ഏറ്റവും താഴെയുള്ള തറയിൽ നിന്നുള്ള വിക്ഷേപണത്തിനാണ്. പിന്നീട് മുകളിലേക്ക് കുതിച്ചു വരുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, താഴേക്ക് ഉള്ളൊരു വലിവുണ്ടാവും ഭൂമിയുടെ. അപ്പോൾ അതിനെ മറികടന്ന് പിന്നെയും മുകളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ജ്വലനം സംഭവിക്കണം. അതിനായുള്ള ത്രസ്റ്ററുകളും ഒക്കെ തന്നെ നമ്മുടെ റോക്കറ്റിലുണ്ട്. അതാണ് ഓരോ ഘട്ടത്തിലുമുള്ള സെപ്പറേഷനിൽ സംഭവിക്കുന്നത്. ഓരോ സെപ്പറേഷന് ശേഷം വീണ്ടും ഇഗ്നൈറ്റ് ചെയ്യണം, കൂടുതൽ ഇന്ധനങ്ങൾ അവിടെ കത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ വീണ്ടും അവിടെ ഒരു ആക്കം ഉണ്ടാവുന്നു, മുന്നോട്ട് കുതിക്കുന്നു. അങ്ങനെ കുതിച്ച് ഓരോ ഘട്ടത്തിലും ഓരോന്നും സംഭവിച്ച് ഏറ്റവും ഒടുവിൽ ഇവിടെയാണ് ഈ സാറ്റലൈറ്റിന്റെ സെപ്പറേഷൻ സംഭവിക്കുന്നത്. 18 മിനിറ്റിൽ ആ സാറ്റലൈറ്റിന്റെ സെപ്പറേഷൻ സംഭവിക്കുന്നു. അപ്പോഴാണ് പ്രോബ-3 എന്ന് പറയുന്ന ആ മിഷന്റെ ഭാഗമായിട്ടുള്ള രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളും കൃത്യമായ ഭ്രമണ പഥത്തിലേക്ക് എത്തുക. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കുറവ് ഒരു ഭ്രമണപഥം ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളും കയറാൻ പോകുന്നത്. അതിന് ഏറ്റവും കുറവ് പരിധി എന്ന് പറയുന്നത്, അതായത് സ്പേസ് ക്രാഫ്റ്റുകളുടെ ഒരു രീതി അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് വിക്ഷേപണങ്ങൾ കണ്ടതുമാണ്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് കൃത്യമായിട്ട് അത് വരച്ച് കാണിച്ചു തരാം. അതായത് ഭൂമിയിൽ നിന്നും ഒരു ഭ്രമണപഥത്തിലേക്ക് എത്ര മാത്രം അകലമുണ്ടോ എന്നതാണ്. ഇപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്കാണ് നമ്മുടെ ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളും പോകുന്നത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറവ് അകലമുള്ള ഈ ഒരു ഭാഗം, പിന്നെ ഏറ്റവും കൂടുതലുള്ള അകലം, അത് ഈ രണ്ട് ഭാഗങ്ങൾ. ഈ രീതിയിലാണ് ഭ്രമണപഥത്തെ നമ്മൾ പറയാറുള്ളത്. ഏറ്റവും കുറവൊരു 600 കിലോമീറ്ററും ഏറ്റവും കൂടുതൽ ഒരു 65,000 കിലോമീറ്ററും ഇതാണ് അകലം. ഈ ഭ്രമണപഥത്തിലേക്കാണ് രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളും കയറാൻ പോകുന്നത്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഭ്രമണപഥത്തിൽ ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളും ചുറ്റിക്കറങ്ങും. പക്ഷേ അവ രണ്ട് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 144 മീറ്റർ ആണ്. അതായത് 150 മീറ്ററിനകത്ത് വേണമെന്നാണ്, 144 മീറ്ററിനകത്ത് വേണമെന്നാണ്. അങ്ങനെ പറത്തുക, ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഭ്രമണപഥത്തിൽ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെ ഭൂമിയിൽ നിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് പറത്തുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കളിയല്ല. അപ്പോൾ ആ ഒരു സയൻസ് അല്ലെങ്കിൽ ആ ശാസ്ത്രം അത് സാധ്യമാകും എന്ന് തെളിയിക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ശരിക്കും പ്രോബ-3 എന്ന് പറയുന്ന ഈ ദൗത്യം. അതിനാണ് ESA ശ്രമിക്കുന്നത്. ഈ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ESA കടക്കും. അങ്ങനെ രണ്ട് സ്പേസ് ക്രാഫ്റ്റിൽ ഒന്നിന് പിറകെ ഒന്നായി, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റിൽ ഒന്ന് പരിചയപ്പെടാം.
ഒന്ന് കൊറോണഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റും മറ്റൊന്ന് ഓക്കൽട്ടർ സ്പേസ് ക്രാഫ്റ്റും. അതിൻ്റെ ചിത്രം സഹിതം നമുക്ക് ഈ ഗ്രാഫിൽ കാണാം. ഇതാണ് ഈ റോക്കറ്റിനകത്തുള്ള ഭാഗങ്ങൾ. 2 സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. ഇവയാണ് ഈ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കേണ്ടത്. ഇതിനെ നമുക്ക് പേലോടൊന്നും വിളിക്കാം, കാരണം ഈ 2 സ്പേസ് ക്രാഫ്റ്റിനകത്തുള്ള ഇപ്പോൾ ആ ദൗത്യം കുതിച്ചുയർന്നിരിക്കുന്നു. ഇനി അത് ഭ്രമണപഥത്തിലെത്തിയ ശേഷം ഒരുപക്ഷെ ISROയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം അടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നു.